ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. സുധിയുടെ കടയിലേക്ക് ഒരാൾ വരുന്നുണ്ട്. സുധിയുടെ കടയുടെ ബോർഡൊക്കെ വായിച്ചിങ്ങനെ ചന്ദ്ര അപ്ലയൻസസ് എന്നൊക്കെ വായിച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വന്ന് അവിടെ ഉള്ളൊരു സ്റ്റാഫിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആരാണ് സുധി എന്ന്. കാഷ്യറിൽ നിൽക്കുന്ന സുധിയെ ആ സ്റ്റാഫ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓ, ആ കണ്ണടക്കാരനാണോ എന്ന് ചോദിച്ചിട്ട് അയാൾ നേരെ സുധിക്ക് അരികിലേക്ക് നടക്കുവാണ്. അതേസമയം സുധി ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു കസ്റ്റമർ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടി വന്നതുകൊണ്ട് തന്നെ ബ്രാൻഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെയുള്ള ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഫ്രിഡ്ജ് കാണിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം സുധിയുടെ അരികിലേക്ക് ചെല്ലുന്നത്. അയാൾ അരികിലേക്ക് വരുമ്പോൾ തന്നെ സർ വരൂ, സാറിന് എന്താണ് വേണ്ടത്, നമുക്ക് ഇവിടെ പുതിയ ബ്രാൻഡ് TV ഒക്കെ ഉണ്ട്, കാണണമെന്ന് ചോദിക്കുകയാണെ. TV കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കാണില്ലായിരുന്നോ, ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോന്നോ അയാൾ ചോദിക്കുകയാണെ. അതിൽ നിന്ന് തന്നെ സുധിക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട്. പിന്നെ സാറ് എന്ത് വാങ്ങാൻ വേണ്ടി വന്നതാന്ന് സുധി ചോദിക്കുമ്പോ ഞാൻ വാങ്ങാൻ വേണ്ടി വന്നതല്ല, നിങ്ങൾക്ക് ഇത് തരാൻ വേണ്ടി വന്നതാണ്, ഒരു ലെറ്റർ ആണ്, നിങ്ങൾ തുറന്ന് വായിച്ചു നോക്കുമെന്ന് പറയുന്നുണ്ട്. ആ ലെറ്റർ മേടിച്ചിട്ട് സുധി മുൻവശം പുറകുവശം ഒക്കെ നോക്കുന്നുണ്ട്. ഇതില് ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഒന്നും ഇല്ലല്ലോ. ഫ്രം അഡ്രസ് ഞാനാണ്, ടു അഡ്രസ് നിങ്ങളാണ്, ഞാൻ നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് തരുമല്ലേ, എന്താ പോസ്റ്റ് മാൻ തന്നാൽ മാത്രമേ നിങ്ങൾ ഇത് പൊട്ടിച്ച് നോക്കുള്ളൂ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അല്ല സാറ് ആരാണെന്ന് ചോദിക്കുമ്പോ ഞാൻ MLA എന്ന് പറയുന്നുണ്ട്. അയ്യോ സാറ് MLA ആയിരുന്നോ, എന്താ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ, ഇത് തരേണ്ട ജോലി എന്റേതാണ്, ഇത് വായിച്ചു നോക്കേണ്ട ജോലി നിങ്ങളുടേതാണ്, അതുകൊണ്ട് അത് തുറന്ന് വായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഇത് അടുത്ത ലെറ്റർ ആണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടാണ് അത് തുറന്നു നോക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത ലെറ്ററോ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴല്ല ലെറ്റർ തരുന്നത്, നിങ്ങളുടെ സംസാര രീതിയൊന്നും ഒട്ടും ശരിയല്ലല്ലോ എന്ന് സുധി ചോദിക്കുമ്പോൾ എന്റെ സംസാരമല്ല പ്രധാനം, അതിനകത്ത് എഴുതിയിരിക്കുന്ന മാറ്റർ ആണ് പ്രധാനം. നോക്കാൻ വേണ്ടിയിട്ട് സുധീര അത് പറയുമ്പോഴേക്കും സുധിയുടെ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ ഇയാളുടെ സംസാരമൊക്കെ കേട്ടിട്ട് അവിടെ അങ്ങനെ നോക്കി നിൽക്കുവാണേ. അവരെല്ലാവരോടുമായിട്ട് ജോലി നോക്കുക എന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞു വിടുവാണേ. സ്റ്റാഫിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ ആളുണ്ടല്ലോ വന്നിരിക്കുന്ന ലെറ്റർ കൊണ്ടുകൊടുത്ത് അയാളെ അവിടെ കാണുന്നില്ലേ. അങ്ങനെ അവിടെ ഷോറൂം മൊത്തം നോക്കുന്നുണ്ട്. ഇതിപ്പോ പുതിയൊരാൾ വന്നിട്ട് ലെറ്റർ തരികയാണല്ലോ, ഇനിയിപ്പോ ഇതിനകത്ത് എന്താന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചുകൊണ്ട് തന്നെയാണ് സുധി ആ ലെറ്റർ ഓപ്പൺ ചെയ്യുന്നത്. ആ ലെറ്റർ തുറന്ന് വായിക്കുകയാണെ. അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി പോകുന്ന സംഭവങ്ങള്, നിന്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരും, നിന്റെ അനിയൻ കൊലയാളിയാകും, നീ കൊലയ്ക്ക് കൂട്ടുനിന്നവനാകുന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. വീണ്ടും ഒന്നും കൂടി വായിച്ച് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്നോ, പിന്നെ അനിയൻ എന്നാണ് കേട്ടോ, അനിയൻ എന്തായാലും ശ്രീകാന്ത് ആയിരിക്കില്ല, മിക്കവാറും സച്ചി കൊലയാളിയായിരിക്കും, പക്ഷെ ഞാന് കൊലക്കുറ്റത്തിനകത്ത് പോകേണ്ടി വരുന്നോ, അത് ഉടനെ നടക്കുന്നും കൂടിയാണല്ലോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്നൊക്കെ വായിച്ച് ആളാകെ ടെൻഷനിലാണ് കേട്ടോ. ഇതെല്ലാം ആ നവീൻ ഒപ്പിക്കുന്ന പണിയാണ്, മറ്റൊന്നുമല്ല. സുധിയുടെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയ്ക്ക് അറ്റാക്ക് വരികയും അതുപോലെ തന്നെ സച്ചി ഒരു കൊലപാതകയാകുകയും ആ കൊലകുറ്റത്തിന്റെ പേരിൽ സുധി ആത്താവുകയും ചെയ്യും. അയാൾ എവിടെ പോയി എന്നുള്ള കാര്യം ഷോറൂമിൽ മാത്രമായിരുന്നല്ലോ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അയാൾ എവിടെയെങ്കിലും ഉണ്ടോ, അയാൾ ആരാണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് സുധിയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്കോ പോയി നോക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ആ സ്റ്റാഫിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അയാൾ എങ്ങോട്ടാ പോയതെന്ന്. ലെഫ്റ്റിലോട്ടാന്ന് പറയുമ്പോൾ കുറെ ദൂരം ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ട്, എന്നിട്ടൊന്നും അയാളെ കാണുന്നില്ല. സുധി കൊല്ലപ്പെടും എന്നുള്ള രീതിയിലാണ് കേട്ടോ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുധിക്ക് നല്ല ഭയമുണ്ട്. അത് മാത്രമല്ല അവിടെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ചേട്ടന്മാരെടുത്ത് അയാളെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുവാണേ. അതേസമയം ആ കടയിൽ നിന്ന് ആ ലെറ്റർ കൊടുത്തിരിക്കുന്ന ആൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സുധി കൈയോടെ കൂടെ പൊക്കുകയും അയാളുടെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിച്ചിട്ട് നീ ആരാടാ, നീ എന്തിനാടാ എനിക്ക് ലെറ്റർ തന്നത്, നിനക്ക് നിന്റെ അടുത്ത് ആരാടാ പറഞ്ഞത് എനിക്ക് ലെറ്റർ തരാനെന്ന് പറയും. അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു വെക്കുന്നുണ്ട് ഞാനല്ലേ നിങ്ങൾക്ക് ലെറ്റർ തന്നെയെന്ന്, നിന്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടല്ലേ നീ എനിക്ക് ലെറ്റർ തന്നിരിക്കുന്നത്, ആരാണെന്നെ കാര്യം പറയടാ എന്ന് പറഞ്ഞിട്ട് ഷർട്ടിൽ തന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഷർട്ടിൽ നിന്ന് പിടിവിടാനൊക്കെ പറയുന്നുണ്ടെങ്കിലും സുധി അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്കിപ്പോ ലെറ്റർ തന്നെന്നുള്ള കാര്യം ആരാണെന്നല്ലേ അറിയേണ്ടത്, അതിനു മുമ്പായിട്ട് ഞാനിപ്പോ ചായ കുടിച്ചിട്ടുണ്ട് അവിടുന്ന്, അതിന്റെ പണം കൊടുക്കാൻ പറയാണേ. അതെന്തിനാടാ ഞാൻ കൊടുക്കുന്നത്, നിങ്ങൾക്ക് ലെറ്റർ തന്നത് ആരാണെന്നുള്ള കാര്യം അറിയണ്ടേ. അങ്ങനെ സുധി ഒരു രക്ഷയില്ലാതെ പോയിട്ട് 10-20 രൂപയാണെന്ന് വിചാരിച്ചിട്ട് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അയാൾ 150 രൂപ പറയുന്നുണ്ട്. ഒരു ചായക്ക് 150 സുധി ചോദിക്കുമ്പോ അല്ല, അയാൾ ബോണ്ട അതുപോലെ തന്നെ പഴംപൊരി പിന്നെ സിഗരറ്റും ഒക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അത് കേട്ട സുധിയാണെന്നുണ്ടെങ്കിൽ അയാളെങ്ങനെ നോക്കുമ്പോൾ അയാൾ തിരിച്ച് ചിരിക്കുകയാണ് ചെയ്യുന്നത്. കൊടുക്ക് സാർ, സാറിന് എന്തായാലും സത്യം അറിയണം. അങ്ങനെ സുധി പണമൊക്കെ കൊടുത്ത് തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്കും അയാൾ വീണ്ടും മിസ്സിംഗ് ആണേ. അവിടെ നിൽക്കുന്ന ചേട്ടന്മാരെടുത്ത് ചോദിക്കുന്നുണ്ട് സാർ ഇവിടെ നിന്ന് അദ്ദേഹം എവിടെ പോയിന്ന്. അദ്ദേഹമോ, അവനാണോ ഇത്രയും വലിയ മര്യാദയൊക്കെ കൊടുക്കുന്നത്, സാർ അയാൾ എങ്ങോട്ടാണ് പോയത്, അയാൾ അപ്പോഴേ പോയല്ലോ, സാർ എന്താണ് അവനെ അന്വേഷിച്ച് നടക്കുന്നത്, എന്താ പണം വല്ലത് മോഷണം പോയോ, അയാളൊരു മോഷ്ടാവാണ്. എന്താ സാർ പറയുന്നതെന്ന് സുധി ചോദിക്കുമ്പോ അയാളൊരു മോഷ്ടാവാണ്, ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റ് അടിച്ചിട്ട് ജയിലിൽ പോയിട്ട് തിരികെ വരും. അയാൾ 2 ദിവസം മുമ്പാണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്, സാർ എന്തിനാ അയാൾ തരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ ഷോറൂമിലേക്ക് വന്നിട്ട് ഒരു ലെറ്റർ തന്നിട്ട് പോയി. അത് കേട്ട് ആ ചായ കുടിക്കുന്ന ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഓ നിങ്ങൾ ഷോറൂം ഒക്കെ നടത്തുവാണോ എന്ന് ചോദിക്കുകയാണെ. സാർ എന്തായാലും കുറച്ച് ജാഗ്രതയോടെ നിൽക്കുന്നത് നല്ലതായിരിക്കും. അതെന്താന്ന് ചോദിക്കുമ്പോൾ സാറിന് കാര്യമൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അവര് ഭയങ്കര ചിരിയാണ്. സാർ എന്തായാലും അവന്റെ മുമ്പിലല്ലേ ചെന്ന് പെട്ടിരിക്കുന്നത്, എന്തായാലും വേറെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് സൂക്ഷിച്ചോ. അതുകൂടി കേൾക്കുമ്പോഴേക്കും നമ്മുടെ സുധിയുടെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുവാണ്. ഇന്നത് വീട്ടിലാണ്.
രവിയും അതുപോലെ വർഷയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതി അവർക്ക് വേണ്ടിയിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട്. തോരൻ ചേച്ചി നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വിളമ്പിത്തരാ എന്ന് പറഞ്ഞിട്ട് രേവതി വിളമ്പി കൊടുക്കുവാണ്. അച്ഛന് കുറച്ചുകൂടി വിളമ്പട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയാണ്. രേവതി, ഇനി നിനക്ക് ചന്ദ്രയ്ക്ക് ഭക്ഷണം എടുത്തോണ്ട് പോകണ്ടേ, ഞാന് കൊണ്ടു കൊടുക്കാ എന്ന് പറഞ്ഞതല്ലേ, നീ സമ്മതിക്കാത്തോണ്ടാന്ന് പറയുമ്പോഴേക്കും വർഷ രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അങ്കിൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ ആന്റിക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചാലോ എന്താ എന്ന്. ഓരോ ദിവസം ആന്റി ഓരോരോ സ്വഭാവമാണ് കാണിക്കുന്നത്, ആർക്കും ആന്റിയെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ വർഷ പറഞ്ഞ് കേട്ട ഉടനെ തന്നെ രവി, അതെ, അവള് ഇത്രയും വർഷമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം ഓരോ ദിവസം അവൾ ഓരോ സ്വഭാവമാണ് കാണിക്കുക. പക്ഷെ നിങ്ങൾ അവളെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞെന്ന് രേവതി ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ അടിയാണെന്നാണ് അവൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ രണ്ടുപേരും അവൾ അറിയാതെ കൊഞ്ചി കുഴഞ്ഞു നടക്കുവാണ്. അങ്കിൾ ഇതെന്തായാലും നല്ല ജോളിയാണ്, പക്ഷെ ആന്റിയെ കുറിച്ച് ഓർക്കുമ്പോഴാണ് പാവം തോന്നുന്നത്. എന്നാൽ രേവതി പറയുന്നത്, അച്ഛാ എനിക്ക് നല്ല ഭയമുണ്ട്, എന്നാണ് പിടിക്കപ്പെടാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം അറിയില്ലല്ലോ. അതൊന്നും രേവതി ചേച്ചി നമ്മൾ ഒരിക്കലും പിടിക്കപ്പെടില്ല. ഇനിയിപ്പോ അങ്ങനെ പിടിക്കപ്പെട്ടാലും നമുക്കതൊക്കെ നോക്കാം, ചേച്ചി അതൊക്കെ വിട്ടേക്ക്. ചേച്ചി ഒരു കാര്യം ചെയ്യ്, കുറച്ചും കൂടി തോരനിടാൻ വേണ്ടി പറയുന്നുണ്ട്. അത്രയ്ക്കും നിനക്ക് ഇഷ്ടമായി എന്ന് വർഷയുടെ അടുത്ത് ചോദിക്കുമ്പോൾ, ചേച്ചി നോർമലി ഞാൻ നോൺ വെജ് മാത്രമാണ് കഴിക്കാറ്, എന്നാൽ ചേച്ചി ഉണ്ടാക്കുന്ന വെജിനും സൂപ്പർ ടേസ്റ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കണം, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് രേവതി പറയാണ്. രേവതി ചേച്ചി എന്തുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ അത് ഇഷ്ടത്തോടു കൂടി കഴിക്കും. അതിനിടയ്ക്ക് നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ, ചന്ദ്രയെ നീ വാ ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അപ്പോഴേക്കും വർഷയുടെ ഭാവം മാറുവാണ്. എനിക്ക് മതി, നിങ്ങൾ എന്തിനാ എനിക്ക് വിളമ്പി തരുന്നത്, പിന്നെ ഉണ്ടാക്കിയതൊക്കെ കളയാൻ വേണ്ടി പറ്റുമെന്ന് രേവതി. ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നത്, ഇങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് വർഷം ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നീ പുറത്തു പോയിട്ട് കഴിച്ചോന്ന് രേവതി. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ടിട്ട് നമ്മുടെ രവിക്ക് ചിരി അടക്കാൻ വേണ്ടി പറ്റുന്നില്ലേ. വർഷം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ചന്ദ്ര വന്നോ എന്ന്. രേവതിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് അങ്ങോട്ട് മാറി നിന്നിട്ട് നോക്കുവാണ്. അച്ഛനല്ലേ പറഞ്ഞത് അമ്മ വന്നോ എന്ന്, എന്നിട്ട് കാണുന്നില്ലല്ലോ. ഞാന് ചുമ്മാ പറഞ്ഞതാണ് അങ്കിള്, ഞങ്ങളെ പ്രാങ്ക് ചെയ്തതാണല്ലേ. അച്ഛൻ, ഞാൻ വിചാരിച്ചു ശരിക്കും അമ്മ വന്നു എന്ന്, ഞാൻ വല്ലാണ്ട് ഭയന്നു പോയി എന്ന് പറയുന്നത് കേൾക്കും. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്റെ ഭാര്യയെ പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ, അപ്പോ നിങ്ങളെ ഞാനെ പറ്റിക്കാൻ പാടില്ലേ. ചന്ദ്ര എന്നുള്ള ശബ്ദം കേട്ടപ്പോഴേക്ക് തന്നെ നിങ്ങൾ രണ്ടുപേരും പാമ്പിനെ പോലെ തന്നെ അങ്ങ് നടുങ്ങി നിൽക്കുവാണല്ലോ. എന്തായാലും പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും പോരിനൊക്കെ പോകുന്നത് പോലെ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുവാണല്ലേ. ചേച്ചി, നമ്മളെ രണ്ടുപേരും വെച്ചിട്ട് അങ്ങള് കോമഡി അടിക്കാന്ന് പറയുന്നത് കേട്ട് രവിയാണെങ്കിൽ, എന്തായാലും ചന്ദ്രയ്ക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി അവളെ കോമഡി ആക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി ണ്ടല്ലോ, നമ്മളെ എല്ലാവരെയും അവള് കോമഡി ആക്കും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കുറച്ച് ജാഗ്രതയായിട്ട് ഇരിക്കുന്നത് നല്ലതാണ്. അതൊക്കെ അങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. അതെ അച്ഛ, ഞാനെന്തായാലും പെട്ടെന്ന് തന്നെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കട്ടെ, ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് വെറുതെ അമ്മയുടെ അടുത്ത് ചീത്ത കേൾക്കേണ്ടി വരും. ആ രേവതി നീ പോയിട്ട് വാ, സൂക്ഷിച്ചു പോവണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് രേവതിയെ പറഞ്ഞയക്കുന്നത്. വർഷേ, നീ എന്റെ അടുത്ത് ജ്യൂസ് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, നീ എടുത്ത് കുടിച്ചോണെന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതി പോകുന്നത്. രേവതി പോയതിനു ശേഷം രവിയുടെ അടുത്ത് വർഷ ചോദിക്കുന്നുണ്ട്, അങ്കിൾ രേവതി ചേച്ചി നമ്മളെല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ആന്റി എപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും രേവതി ചേച്ചിയെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാണല്ലോ രേവതിയെ, അതാണ് അവൾക്ക് ആ വെറുപ്പ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ആ കുട്ടി പാവമാണ്, അവൾ കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നു. അങ്കിൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിക്കരുതെന്ന് പറയുമ്പോൾ, നീ എന്താണെങ്കിലും പറ വർഷേന്ന് രവി പറയുന്നുണ്ട്. രേവതി ചേച്ചിയോട് ചെയ്യുന്നത് പോലെ എന്റെ അടുത്താ ചെയ്യുന്ന വെച്ചാല് രേവതി ചേച്ചിയെ പോലെ ഒന്നും ആയിരിക്കില്ല ഞാന്, എനിക്ക് നല്ല ദേഷ്യം വരും, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുകയും ചെയ്യും. ഒരിക്കലും രേവതി ചേച്ചിയുടെ അത്രയൊന്നും എനിക്ക് പേഷ്യൻസ് ഇല്ല എന്ന് പറയുമ്പോ അവള് അങ്ങനെ ആയതുകൊണ്ടാണ് അവള് വല്ലാതെ അവള് ഉപദ്രവിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, എന്തെങ്കിലും ഒരു ദിവസം ഇതൊക്കെ മാറും എന്ന് പറഞ്ഞ് രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയാണ്. തുടർന്ന് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രയ്ക്ക് അരികിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് വഴിയിൽ ഒരു അമ്മയും അച്ഛനും കൂടി ചെരുപ്പൊക്കെ നന്നാക്കുമല്ലോ, അങ്ങനെ ഒരു ഷീറ്റ് വിരിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ അതിന്റെ ഒരു ചെറിയ കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ അമ്മയാണെന്നുണ്ടെങ്കിൽ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. നീ എന്താ എണീക്കാത്ത എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭർത്താവ്. ഇത് കണ്ടിട്ട് എന്തോ പെശക് തോന്നിയിട്ട് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ട് അവരുടെ അരികിലേക്ക് ചെല്ലുവാണ്. എന്ത് പറ്റി അമ്മയ്ക്ക്, അമ്മ എന്താ കിടക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ വിശപ്പ് താങ്ങാതെ മയങ്ങിപ്പോയതാന്നുള്ള കാര്യം പറയാണ്. അത് കേട്ട് രേവതിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. 2 ദിവസമായിട്ട് വ്യാപാരം ഇല്ല, കയ്യിലാണെന്നുണ്ടെങ്കിൽ പൈസയും ഇല്ല, എനിക്ക് വിശപ്പ് സഹിക്കാൻ വേണ്ടി പറ്റും, എന്നാൽ എന്റെ ഭാര്യയെ കൊണ്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരു ചായ കൊടുക്കാൻ വേണ്ടി പോലും എനിക്ക് ഗതിയില്ലാത്ത അവസ്ഥയായി പോയി, എന്ത് ചെയ്യാനാണ്, സരോജ എണീക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ തട്ടിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ദൈവമേ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്നൊക്കെ ആ വയസ്സായ ആൾ ഇങ്ങനെ പറയുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വണ്ടിയിലേക്ക് പോയിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണല്ലോ, ആ ഭക്ഷണം എടുത്തിട്ട് അവരുടെ അഴുകിലേക്ക് കൊണ്ടുപോവാണ്. അമ്മയെ എഴുന്നേപ്പിക്ക്, ഇതിനകത്ത് ഭക്ഷണമുണ്ട്, നിങ്ങൾ രണ്ടുപേരും കഴിക്കുമെന്ന് പറയുമ്പോൾ, അയ്യോ മോളെ വേണ്ട, നീ ആർക്കോ ഭക്ഷണം എടുത്തോണ്ട് പോവുകയല്ല, അതുകൊണ്ട് വേണ്ട എന്ന് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും അധ്വാനിച്ച് ജീവിക്കുന്നവരാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി,
അതുകൊണ്ട് ഒരു ദിവസം കച്ചവടം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ വരിക എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അമ്മയെ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിക്കൂ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് രേവതി ഇലയെല്ലാം ഇട്ടിട്ട് വിളമ്പി കൊടുക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോഴേക്കും ആ അമ്മയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണത്തോട് കൂടിയിട്ട് എഴുന്നേറ്റ് ഇരിക്കുന്നൊക്കെ ഉണ്ട്. അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി അരികിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം രേവതി പാത്രങ്ങളെല്ലാം എടുത്തു വെക്കുന്നുണ്ട്. ആ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇനി എന്തെങ്കിലും വേണോ, വയറ് നിറച്ച് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വയറ് നിറഞ്ഞു കഴിച്ചു. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ദൈവത്തെ പോലെ മോള് ഞങ്ങളുടെ അരികിലേക്ക് വന്നതാണ് ഭക്ഷണവുമായിട്ട്. ഇല്ല അമ്മേ, അങ്ങനെയൊന്നും പറയണ്ട. ഇത് ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന സഹായം മാത്രമല്ലേ ഉള്ളൂ. ഇത് സഹായം മാത്രമല്ല മോളെ, അതിനേക്കാൾ വലുതാണ്. ഇന്ന് ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ചത്ത് കിടന്നേനെ. ഞങ്ങളുടെ മക്കൾ തന്നെ ഞങ്ങളെ വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ചിട്ട് പോയതാണ്. എന്തായാലും ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത് മോളാണ്. മോളുടെ വംശം തന്നെ നന്നായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കൈകൊണ്ട് ആശീർവദിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ദിവസവും ഇതുവഴിയാണ് പൂ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭക്ഷണം എടുത്തിട്ട് ഞാൻ വരാം. മോളെ അതൊന്നും വേണ്ട, അതൊക്കെ മോൾക്ക് ബുദ്ധിമുട്ടാവുന്നു. പക്ഷെ എന്റെ അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ലേ. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് രേവതി പേഴ്സ് എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ കയ്യിൽ പണമൊക്കെ കൊടുക്കുന്നുണ്ട്. പണം കൊടുക്കുമ്പോൾ അവര് വാങ്ങിക്കാൻ വേണ്ടി മടിക്കുന്നുണ്ട്. സ്വന്തം മകളെ തരുന്ന സമയത്ത് നിങ്ങൾ മേടിക്കാതിരിക്കോ എന്ന് പറഞ്ഞിട്ടാണ് പണം കയ്യിൽ കൊടുക്കുന്നത്. രാത്രി നിങ്ങൾ പട്ടിണി കിടക്കരുത്, ഭക്ഷണം മേടിച്ച് കഴിക്കണം, നാളെ ഞാൻ ഇതുവഴി വരാം എന്ന് പറഞ്ഞിട്ട് രേവതി പോകുന്ന സമയത്ത് നീ മക്കളുടെ മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ, വളരെ സന്തോഷത്തോട് കൂടിയിട്ട്. അങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മുടെ രേവതി പോയിട്ട് വണ്ടിയിൽ കയറുമ്പോഴേക്കും കോള് വരുന്നുണ്ട്. വിളിച്ചത് മറ്റാരുമല്ല, ചന്ദ്രയാണ്. ചന്ദ്രയുടെ കോള് കാണുമ്പോൾ തന്നെ രേവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇനിയിപ്പോ അമ്മയ്ക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക എന്ന്. ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്താടി നിനക്ക് ഭക്ഷണം എടുത്ത് വരാൻ സമയമായില്ല എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഇതാ അമ്മ ഇപ്പൊ എത്തും എന്നുള്ള കാര്യം പറയാണ്. ആ ഉടനെ തന്നെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഫോൺ വെക്കുകയാണ്. ഇത് നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഡാൻസ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ രേവതി ചന്ദ്രയ്ക്ക് ഫുഡ് മേടിച്ചിട്ട് വരുന്നത് കേട്ടോ. രേവതിയെ കണ്ട ഉടനെ തന്നെ ബാമയാണെന്നുണ്ടെങ്കിൽ മതി ചന്ദ്രേ, ഇതാ രേവതി വന്നു എന്ന് പറയാണ്. 1 മണിക്ക് വരാൻ വേണ്ടി പറഞ്ഞതാണ്, ഇപ്പോ 1/2 മണിക്കൂർ ലേറ്റായി. അമ്മേ നല്ല ട്രാഫിക് ആയിരുന്നു എന്ന് രേവതി പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, നിങ്ങളെല്ലാവരും പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കുട്ടികളെല്ലാരും പറഞ്ഞു വിടുവാണ്. ഭക്ഷണം എടുത്ത് രേവതിയാണെങ്കിൽ ഇങ്ങനെ ചുറ്റിന് നോക്കി പോകുമ്പോ നീ എന്താടി നോക്കുന്നതെന്ന് ചോദിക്കാനുണ്ട് ചന്ദ്ര. അവളും ഒരുപക്ഷെ ഭരതനാട്യം പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കായിരിക്കും. ഒരു തവണ എന്റെ കൈയും കഴുത്തൊന്നും ഉലുക്കിയത് പോരാഞ്ഞിട്ടാണോ? ഞാൻ അമ്മയെ ഭക്ഷണം തരാൻ വേണ്ടി വന്നതാണ്, ഇതാ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് നീട്ടുമ്പോ എന്താടി നിനക്ക് അത് വിളപ്പി തരാനുള്ള നേരമില്ലേ? അമ്മ എനിക്ക് പൂ കൊടുക്കാൻ വേണ്ടി പോണം. അത് കേട്ട ഉടനെ തന്നെ ബാമയും പറയുന്നുണ്ട്, ചന്ദ്രൻ നമുക്ക് വിളമ്പി കഴിച്ചാൽ പോരെ എന്ന്. അവൾക്കും ജോലി ഉണ്ടാവുമല്ലോ, നമുക്ക് എടുത്ത് കഴിച്ചാൽ പോരെ എന്നുള്ള കാര്യം ബാമ ചോദിക്കുമ്പോ പിന്നെ വലിയൊരു ജോലി വന്നിരിക്കുന്നു, നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, പോയിട്ട് പാത്രം എടുത്തിട്ട് അതിനകത്ത് വിളമ്പിത്തായി എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് ദേഷ്യപ്പെടുവാണ്. രേവതി അത്ര ഇഷ്ടമല്ലാതെയാണ് ഭയങ്കര ദേഷ്യത്തോടു കൂടി ഭാവൊക്കെ കാണിച്ചിട്ടാണ് പോയിട്ട് എടുക്കുന്നത്. അതേസമയം ചന്ദ്രമതിയുടെ പുതിയ 2 സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവർ 2 പേരും ലവേഴ്സ് ആയതുകൊണ്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഡാൻസ് ക്ലാസ് കാണുന്നത്. ഇനിയും എത്രയെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ മീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ഇവിടെ എന്താണ് പ്രശ്നം? നമുക്ക് എപ്പോ വേണമെങ്കിലും കാണാം, എപ്പോ വേണമെങ്കിലും സംസാരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല നീ എന്തിനാ രാത്രി എന്റെ ഫോണിലേക്ക് വിളിച്ചത്? ഫോണിന്റെ ശബ്ദം കേട്ടിട്ട് അച്ഛൻ അരികിലേക്ക് വന്നു എന്ന് പറയാണേ. എന്നിട്ടോ എന്ന് അവൻ ചോദിക്കുമ്പോ ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചു, അലാറം വെച്ചതാണ് പഠിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിലും എനിക്കറിയാം നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒപ്പിക്കും എന്നുള്ള കാര്യം ആ ചിക്കനും പറയുന്നുണ്ട്. എന്നാണാവോ നമ്മള് പിടിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്? അതൊന്നും ഒരിക്കലും ഇല്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്, നീ ഉണ്ടാക്കിയതാണോ എന്ന് ആ പയ്യൻ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് അവളും. അങ്ങനെയാണെങ്കിൽ നീ തന്നെ എനിക്ക് വാരിത്തായി എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് വാരി കൊടുപ്പിക്കുന്നൊക്കെ ഉണ്ട്. രേവതി എന്നിട്ട് ബിരിയാണി 2 പ്ലേറ്റിലാക്കിയിട്ട് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ഇന്നെന്താ വീട്ടിൽ ബിരിയാണിയാണോ വെച്ചതെന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ അല്ല എന്ന് പറയാണ്. പിന്നെന്താ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതാണോ? അതേ പൂ കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് കുറച്ച് ലേറ്റ് ആയി പോയി, അതുകൊണ്ടാണ് ബിരിയാണി മേടിച്ചിട്ട് വന്നത്. നിനക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിന്റെ പൂ കെട്ടാനുള്ള പരിപാടി നോക്കാൻ അറിയില്ലേടി? ചന്ദ്രേ അതിനെന്താ ഇപ്പോ? എന്തായാലും ബിരിയാണി അവള് കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നില്ലേ? രാവിലെ ഞാനിങ്ങനെ വിചാരിച്ചേ ഉള്ളൂ ബിരിയാണി കഴിച്ചാൽ നന്നായിരിക്കുന്നു. അതുപോലെ തന്നെ രേവതി ബിരിയാണി മേടിച്ചിട്ട് വന്നു. നീ എന്താ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ടല്ലോ, പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ ചെയ്യുന്നത്. നീയും എന്താടി പുറത്തുനിന്ന് ബിരിയാണിയാണോ ദിവസം കഴിക്കാറെന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഇല്ല അമ്മേ, ഞാന് ഇനിയൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ രേവതി ഇവിടെ ഇരിക്കും, നമുക്ക് ഒരുമിച്ചിട്ട് കഴിക്കാം എന്ന് ബാമ പറയുന്നുണ്ട്. 2 ബിരിയാണിയല്ലേ മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്, അത് എത്ര പേർക്ക് കഴിക്കാൻ വേണ്ടി പറ്റും? എന്തായാലും എനിക്കൊന്നും വേണ്ട, എനിക്ക് പൂ കൊടുക്കാനുണ്ട്, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ബാമേന്റെ അടുത്ത് രാത്രിയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് രേവതി ഇറങ്ങി പോവാണേ. പോകുന്നതിന് മുമ്പായിട്ട് ചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ ചുറ്റിക്കറങ്ങാതെ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നോക്ക് വീട്ടിൽ പോയിട്ടെന്ന്. ശരി അമ്മ എന്ന് പറഞ്ഞിട്ടാണ് രേവതി പോകുന്നത്. അതേസമയം ആ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. ആ പെണ്ണ് അവന്റെ അടുത്ത് പറയുന്നുണ്ട് ആരെങ്കിലും കാണുമോ എന്നൊക്കെ. എന്നാൽ ആരും കാണില്ല എന്ന് പറഞ്ഞിട്ട് നീ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ നിർബന്ധിച്ചിട്ട് അവർക്ക് കൊടുക്കുവാണ്. ആ സീന് നമ്മുടെ രേവതി കറക്റ്റ് കാണുന്നുണ്ട്. രേവതിയെ കണ്ടുകൊണ്ടു തന്നെ ആ പെണ്ണിന് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. പക്ഷെ ചെക്കനാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് മാഡം അന്ന് ഞാൻ വീട്ടിലേക്ക്
വീട്ടിലേക്ക് വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നുള്ള രീതിയിലൊന്ന് മൂളുന്നേ ഉള്ളൂ. മാഡം പോവാണെന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രേവതി ഒരു നോട്ടം നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോവാണ്. രേവതിക്ക് എന്തൊക്കെയോ ഒരു പന്തിക്കേട് പോലെ തോന്നുന്നുണ്ട്. രേവതി അങ്ങ് പോകുന്നതോട് കൂടിയിട്ട് അവരാണെന്നുണ്ടെങ്കിൽ സാധാരണ എന്താണോ ചെയ്യുന്നത് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കൂസലും ഇല്ലാതെ. തുടർന്ന് നമ്മുടെ സച്ചിയാണ് കാണിക്കുന്നത്. സച്ചി ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെക്കിംഗ് ആണ്. ബുക്കും പേപ്പറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഈ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് ബുക്കും പേപ്പറൊക്കെ എടുത്ത് പുറത്തേക്ക് വരുമ്പോഴേക്കും ചെക്കിംഗ് ആണല്ലോ, അതുവഴി വന്നിരിക്കുന്നു. ശരത്തിനെയും പിടിക്കാണ് കേട്ടോ. ശരത്തിന്റെ അടുത്ത് വണ്ടി സൈഡാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ബുക്കും പേപ്പറും അതുപോലെ ലൈസൻസും ഒക്കെ എടുക്കാൻ വേണ്ടി പോലീസുകാരൻ പറയുമ്പോഴോ ഒന്ന് പരിങ്ങി ഇങ്ങനെ നിൽക്കുവാണ്. നിന്റെ ബാഗിൽ എന്താന്ന് ചോദിക്കുമ്പോൾ പുറത്തൊരു ബാഗ് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ബുക്കാന്ന് പറയണേ. അതിനകത്ത് ബുക്കാണ്, പക്ഷെ താഴെയുള്ളതിനകത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ഫുള്ള് കുപ്പിയാണ് കേട്ടോ. കണ്ടോടത്തിന് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ കുടിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നതെന്ന്. സർ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്താടാ ഈ ബോട്ടിലൊക്കെ. സർ കുടിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ബോട്ടിൽ ഒരിക്കലും മേടിക്കാൻ വേണ്ടി പറ്റില്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നിനക്ക് എത്ര വയസ്സായടാ എന്ന് ചോദിക്കുമ്പോഴേക്കും സർ വണ്ടി ഓടിക്കാനുള്ള വയസ്സും അതുപോലെ കുടിക്കാനുള്ള വയസ്സും ആയിട്ടുണ്ട്. ആഹാ നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഈ സംസാരം എല്ലാം നമ്മുടെ സച്ചി അവിടെ നിന്ന് നോക്കുന്നുണ്ട്. നിന്നെ കണ്ടാൽ തന്നെ അറിയാലോടാ നീ കോളേജ് പയ്യനാണെന്നുള്ള കാര്യം. എന്നിട്ട് ബീർ ബോട്ടിലുമായിട്ട് ചുറ്റുന്നു. കണ്ടില്ലേ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയുടെ അടുത്ത് സംസാരിക്കുകയാണ് ആ പോലീസുകാരെ. സാറ് നല്ല ആളെടുത്താ ചോദിക്കുന്നത്. ആദ്യം അദ്ദേഹം കുടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സാർ ഒന്ന് ചോദിച്ചു നോക്കുക എന്നുള്ള കാര്യം ശരത്ത് പറയുന്നത് കേൾക്കുമ്പോഴേ എന്റെ അധിക പ്രസംഗമൊന്നും എന്റെ അടുത്ത് വേണ്ട എന്ന് പോലീസുകാരൻ പറയാണ്. സാർ ഞാൻ എന്തായാലും കുടിച്ചിട്ടില്ലെന്താ, എന്തിന്റെ ബുക്കും പേപ്പറൊക്കെ കറക്റ്റ് ആണ്, സാർ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. ഇത് കേട്ട ഉടനെ സച്ചി പറയുന്നുണ്ട്, സാർ അത് അവന്റെ വയസ്സാണ് അവനെ കൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത്. അതെ ഇപ്പോഴത്തെ കാലത്ത് പഠിക്കുന്ന പിള്ളേരാണ് കുടിച്ച് ചുറ്റി കറങ്ങുന്നത്. സാർ ഞാൻ അങ്ങനെ കുടിക്കുന്ന ആളൊന്നുമല്ല. 2 പ്രാവശ്യമൊക്കെ മാസത്തില് ഒരു വെറുതെ ഇങ്ങനെ കുടിക്കും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ചിലരൊക്കെ ദിവസം അതൊരു ശീലമാക്കി നടക്കുകയാണെന്ന് സച്ചിയെ നോക്കിയിട്ട് പരിഹസിച്ചുകൊണ്ട് ശരത്ത് പറയാണ്. എന്നാ ഇത് കേട്ട സച്ചി വെറുതെ ഇരിക്കും. സാർ ഇങ്ങനെ 1, 2 എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുക, പിന്നെ അത് 4, 5 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ സാർ ചിലർക്ക് നല്ല അനുഭവം ഉണ്ടെന്നുള്ള കാര്യമാണ് തോന്നുന്നത്. സാർ കുടിച്ച് നല്ല ശീലമുള്ളത് കൊണ്ടാണല്ലോ ഇതൊക്കെ പറയുന്നത്. അതെ സാർ ശീലമുള്ളത് കൊണ്ടാണ്. നമുക്ക് ശീലമുള്ള കാര്യങ്ങളാണല്ലോ മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്താ നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പോലീസുകാരൻ പറയുന്ന സമയത്ത് സാർ അത് ചിലർക്ക് മനസ്സിലാവില്ല, അതാണ് പ്രശ്നം. സാർ വെറും ക്യാബ് ഡ്രൈവർ ആയിരിക്കുന്ന ആളാണ് പ്രൊഫസറെ പോലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സാർ പ്രൊഫസർക്ക് ആകെ ബുക്കിലുള്ളത് മാത്രമല്ലേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, പുറംപരിചയം ഉണ്ടാവില്ലല്ലോ. ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ദിവസം തിരിച്ചടി കിട്ടും, അപ്പോൾ മാത്രമേ മനസ്സിലാകുള്ളൂ. അതിന് അവർ രണ്ടുപേരും അങ്ങോട്ടോട്ട് മാറി മാറി സംസാരിക്കുന്ന പോലീസുകാരെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ശരത്താണെന്നുണ്ടെങ്കിൽ സാർ എന്റെ ബുക്കും പേപ്പറൊക്കെ കറക്റ്റ് ആണ്, ചെക്ക് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു എന്ന് പറയുമ്പോൾ ദാ ഇവന്റെ ബുക്കും പേപ്പറും മേടിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പോലീസുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് മാത്രമല്ല നീ എന്തെങ്കിലും ഒരു ദിവസം കുടിച്ചിട്ട് എന്റെ കയ്യിൽ പോയി കിട്ടും, അന്ന് നിന്നെ ഞാൻ എടുത്തോളാം, നീ നന്നായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടെന്ന് പോലീസുകാരൻ ശരത്തിനടുത്ത് പറയാണ്. ഞാൻ എന്തിനാ സാർ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത്, ദേ അവിടെ നിൽക്കുന്ന കാറൊക്കെ കണ്ടില്ലേ, ഇതുപോലെ ക്യാബ് ഡ്രൈവേഴ്സ് ഒരുപാട് പേരുണ്ടല്ലോ, കാറ് ബുക്ക് ചെയ്തിട്ട് ഞാന് അതിനകത്ത് പോകും, അതിനാണല്ലോ ഡ്രൈവേഴ്സ് ഉള്ളത്. ഇത് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ അതെ സാർ കറക്റ്റ് ആണ് സാർ, ഞങ്ങൾ കാർ ഓടിക്കുന്നവരാണ്, കാർ ആര് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകും, അവരെ കറക്റ്റ് ഇടത്ത് ഞങ്ങൾ കൊണ്ടുപോയിട്ട് എത്തിക്കുകയും ചെയ്യും. എന്നാ ജീവിതത്തിൽ അടിപെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല. ഇപ്പോഴേ തിരുത്തിയാൽ നല്ലത്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഗതി അതോ ഗതി. അപ്പോഴേക്കും നമ്മുടെ ശരത്തിന്റെ ബുക്കും പേപ്പറൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നോക്കിയിട്ട് ആണെന്ന് പറയുന്നുണ്ട്. സാർ ഇനിയെങ്കിലും എനിക്ക് പൊക്കൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ പോടാ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ പറഞ്ഞു വിടുവാണ്. അപ്പോഴും സച്ചിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ശരത്ത്. തുടർന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ ബുക്കും പേപ്പറും കൊടുത്തിട്ട് എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് സച്ചി വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവാണ്. തുടർന്ന് വീട്ടിൽ നമ്മുടെ ചന്ദ്രമതി തിരിച്ചെത്തി. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ആൾക്ക് ഭയങ്കരമായിട്ട് നെഞ്ചരിച്ചിലെടുത്തിട്ട് ഇങ്ങനെ ഒച്ചപ്പാട് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോഴാണ് രേവതി കയറി വരുന്നത്. അമ്മ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ബിരിയാണി കഴിച്ചത് മുതൽ ഭയങ്കര നെഞ്ചരിച്ചിലാണ്, നീ ഏത് കടയിൽ നിന്നാണ് ബിരിയാണി മേടിച്ചോണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നല്ല കടയിൽ നിന്നൊക്കെയാണ് ബിരിയാണി മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് രേവതി അങ്ങ് അകത്തേക്ക് കവർ കൊണ്ട് വെക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോഴേക്ക് സച്ചി വരികയാണ്. ഇന്ന് നല്ല വിരുന്ന് കഴിച്ചതുപോലെയാണല്ലോ ഏമ്പൊക്കെ ഇടുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി ഞാൻ ഓൾറെഡി നെഞ്ചരിച്ചിലാണ് ഉള്ളത്, എന്റെ എരിച്ചിൽ കൂട്ടരുത് എന്നുള്ള കാര്യം അവന്റെ അടുത്ത് പറഞ്ഞേക്ക്. അങ്ങനെ രേവതിയുടെ ബിരിയാണി കാരണം ചന്ദ്രമതി സൈഡായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അസിഡിറ്റി വരുന്നത് നോർമലാണ്. അതിൽ ആന്റിയെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ ആരാ ബിരിയാണി കഴിച്ചത്, നീ എന്തിനാ ചന്ദ്ര ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയത്, രേവതി നിനക്ക് വേണ്ടിയിട്ട് പച്ചക്കറിയും അതുപോലെ തന്നെ തോരനും മീൻകറിയും എല്ലാം എടുത്തിട്ടല്ലേ വന്നത്, എന്താ അവള് ലേറ്റ് ആയിട്ട് വന്നത് കൊണ്ട് നീ ആ ദേഷ്യം കാണിച്ചിട്ട് പോയിട്ട് ബിരിയാണി മേടിച്ച് തിന്നോന്നൊക്കെയാണ് കേട്ടോ രവി ചോദിക്കുന്നത്. ഇത് കേട്ട സച്ചിയും പറയുന്നുണ്ട്, അതെ രാവിലെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രേവതിയുടെ അടുത്ത് ഭക്ഷണം എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ട്, എന്നിട്ടും അമ്മ ബിരിയാണി എങ്ങനെ കഴിച്ചു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി അനുവദിക്കോ, ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഈ രേവതി തന്നെയാണ്. അത് കേട്ടിട്ട് രവിക്ക് കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ലേറ്റ് ആയി, അതുകൊണ്ടാണ് എനിക്ക് ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നതെന്നാണ് ഇവള് പറഞ്ഞത്. നിങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ, രേവതി നീ ഭക്ഷണം എടുത്തോണ്ട് പോയതല്ലേ എന്ന് സച്ചിയും അതുപോലെ രവിയും ചോദിക്കുന്നുണ്ട്. വീട്ടിലത്തെ ഭക്ഷണം കൊണ്ടുപോയിട്ട് പിന്നെ ആന്റിക്ക് എന്തിനാണ് ബിരിയാണി മേടിച്ചു കൊടുത്തത്, ബിരിയാണി കഴിച്ചതുകൊണ്ടല്ലേ ആന്റിക്ക് ഇപ്പൊ ഈ അവസ്ഥ വന്നത്,
നീ എന്താടി ബിരിയാണിയിൽ എനിക്ക് വല്ലതും കലക്കി തന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചന്ദ്രയും ചോദിക്കാണ്. രേവതി എടുത്തോണ്ട് പോയ ഭക്ഷണം പിന്നെ രേവതി നീ എന്താ ചെയ്തതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ പറയാൻ വേണ്ടി മടിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, പോകുന്ന വഴിയിൽ അവൾ അമ്മയെ കണ്ടിട്ടുണ്ടാകും. എന്നിട്ട് അമ്മയുടെ കൂടെ പോയിട്ട് ഇരുന്നിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും നല്ല ആഘോഷമായിട്ട്. എന്താടി നീ ഇതാണോ ചെയ്തിട്ട് വന്നെന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. ചന്ദ്ര, നീ നടന്ന എന്താന്നുള്ള കാര്യം അറിയാതെ ചുമ്മാ വായ തോന്നുന്നു വിളിച്ചു പറയാൻ വേണ്ടി നിൽക്കണ്ട. അവൾ ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുപോയിട്ട് അവളുടെ വീട്ടിൽ തന്നെയായിരിക്കും കൊടുത്തതെന്ന് ചന്ദ്ര വീടിന് പറയുമ്പോഴേക്കും പിന്നെ ഇത് വലിയ രാജകുടുംബമല്ലേ, ഇവിടെ സദ്യം വിളമ്പി വെച്ചിരിക്കല്ലേ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ. എന്തായാലും എന്റെ അമ്മായിമ്മയ്ക്കും വീട്ടുകാർക്കും ഒരിക്കലും അങ്ങനെ തിന്നേണ്ട അവസ്ഥയില്ല. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയ ഭക്ഷണം എവിടെ പോയെന്ന് ശ്രുതി ചോദിക്കും. അത് രേവതി എടുത്ത് ചോദിച്ചാൽ അവള് പറയും. പറ രേവതി, നീ എന്താ വണ്ടി പോകുന്ന സമയത്ത് വീഴുകയോ ഭക്ഷണം താഴെ വീഴുക എന്തെങ്കിലും ചെയ്തോ, നിന്റെ കൈക്കൊക്കെ എന്തെങ്കിലും പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് കൈയൊക്കെ നോക്കുന്നുണ്ട്. ഇല്ല സച്ചേട്ടാ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ വേറെ എന്താ സംഭവിച്ചത്? ഞാന് ഭക്ഷണം എടുത്തിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ആ വഴിയിൽ വെച്ചിട്ട് അവരെ കണ്ടതും അതുപോലെ തന്നെ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയാണ് കേട്ടോ രേവതി. അവരെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ചുമ്മാ പോകാൻ വേണ്ടി തോന്നിയില്ല. അതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം എടുത്തിട്ട് അവർക്ക് കൊടുത്തത്, അമ്മയ്ക്ക് കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുകയും ചെയ്തത്. ഇത് കേട്ട ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, നല്ല കാര്യമാണല്ലോ രേവതി നീ ചെയ്തത്. ഇത് പറയാൻ വേണ്ടിട്ട് നീ എന്തിനാ ഇത്ര മടിച്ചത്? അപ്പോഴേക്കും ചന്ദ്ര ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ട്, ഏത് നല്ലതെന്നാണ് നീ പറയുന്നതെന്ന്. ചന്ദ്ര, വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു പുണ്യമായിട്ടുള്ള കാര്യം ഈ ലോകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്റെ വീട്ടിലെ ഭക്ഷണം കൊണ്ടുപോയിട്ട് വേറെ ആർക്കെങ്കിലും ദാനം ചെയ്യേ, ഇത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുവാണേ. ചന്ദ്ര, നീ എന്ത് വർത്താനാ ഈ പറയുന്നത്? കഷ്ടപ്പെടുന്നവർക്ക് പോയിട്ട് സഹായം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പിച്ചക്കാര് വല്ലതും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 5-10 പൈസ കൊടുക്കണം, അല്ലാതെ എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി വെച്ചിരുന്ന ഭക്ഷണം എടുത്തിട്ടാണ് അവള് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അവരെ പിച്ചക്കാരല്ല, ചെരുപ്പ് തയ്ക്കുന്ന തൊഴിലാളികളാണ്. അവരെ അധ്വാനിച്ചിട്ട് കഴിക്കുന്നവരാണ്. ഇവിടെ ഓടിപ്പോയനുണ്ടല്ലോ അവനാണ് പിച്ചക്കാരൻ. ഇപ്പൊ സച്ചി എന്തിനാണ് ആവശ്യമില്ലാതെ ശ്രുതിയെ ഇതിലേക്ക് വലിച്ചിടുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും നല്ല മുൻപരിചയം ഉണ്ടല്ലോ. എടാ, നീ നിന്റെ ഭാര്യ ചെയ്ത തെറ്റ് മറയ്ക്കാൻ വേണ്ടി നോക്കണ്ടെന്ന് ചന്ദ്ര പറയുമ്പോ അവള് ഒരു തെറ്റും ചെയ്തില്ലല്ലോ. അച്ഛമ്മ എപ്പോഴും പറയാറുണ്ട്, എല്ലാ അരിയിലും ആ ചോറ് ആർക്കാണ് ചെന്ന് ചേരേണ്ടത് എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീട്ടിലെ അരിയുടെ മേലെ ആ അമ്മയുടെയും അച്ഛന്റെയും പേരാണ് ദൈവം എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ അതേടാ, എന്റെ വീട്ടിലെ അരിയില് ഇങ്ക് പേന വെച്ചിട്ട് അതിനകത്ത് അവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. നീ നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുമ്മാ ഓരോന്ന് പറയണ്ട. ഞാൻ എന്തിനാണ് എന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നത്? നെഞ്ച് നിവർത്തിയിട്ട് ഞാൻ പറയും, എന്റെ ഭാര്യ ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന്. അവള് പുണ്യ